ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ഷർ അക്കാദമി. ഇന്നത്തെ വീഡിയോയിൽ അടുത്ത കേരള PSC HSA ഇംഗ്ലീഷ് എക്സാമിൻ്റെ സിലബസ് അനലൈസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ തന്നെ ഏതാനും ചില വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ചും HSA എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും ശക്തമായി തീരാൻ വേണ്ടി പോകുന്ന ആ ഒരു ഘട്ടത്തിൽ നിങ്ങളൊക്കെ എത്തി നിൽക്കുന്നതായതുകൊണ്ട് നമുക്കറിയാം കുറച്ച് മാസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് സിലബസിലെ എല്ലാ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ട റൈറ്റേഴ്സ്, കോൺസെപ്റ്റ്സ്, വർക്ക്സ് എന്നിവയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്കറിയാം പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം പാർട്ട് എ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുന്ന പോലെ PSC എക്സാമിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ജനറൽ നോളജും ടീച്ചിങ് മെത്തഡോളജിയും ഒക്കെയാണ്. 3 മൊഡ്യൂളാണുള്ളത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മൊഡ്യൂൾ 1 റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, മൊഡ്യൂൾ 2 GK ആൻഡ് കറണ്ട് അഫെയർസ്, മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. നിസ്സാരമായി കാണേണ്ടതല്ല, കൃത്യമായിട്ടുള്ളൊരു വെയിറ്റേജ് പരീക്ഷയിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റ് പഠിക്കുന്നതോടൊപ്പം ഈ ഏരിയയും നിങ്ങൾ, അതായത് പാർട്ട് എ സിലബസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പാർട്ട് ബിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ മൊഡ്യൂൾ പോയട്രിയാണ്. നമുക്കറിയാം നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ സിലബസ് പരിശോധിക്കുമ്പോൾ സാധാരണ 2 രീതിയിലാണ് അത് ഡിവൈഡ് ചെയ്ത് കാണപ്പെടാറുള്ളത്. ഒന്നുകിൽ പീരീഡ് വൈസായിരിക്കും, ഷേക്സ്പിയറിയൻ പീരീഡ് അല്ലെങ്കിൽ മിഡീവൽ പീരീഡ് തുടങ്ങി റൊമാൻറ്റിക്, വിക്ടോറിയൻ, അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഫോം ഓഫ് ലിറ്ററേച്ചർ അടിസ്ഥാനപ്പെടുത്തിയും ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് പോയട്രി, ഡ്രാമ, ഫിക്ഷൻ എന്ന രീതിയിൽ ലിറ്ററേച്ചർ തുടങ്ങിയ രീതിയിലാണ് ഇവിടെ സിലബസ് HSA ഇംഗ്ലീഷിൻ്റെ സിലബസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് വന്നാൽ പോയട്രിയാണ്. പോയട്രി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഷേക്സ്പിയറിലാണ്. ഷേക്സ്പിയറിന് മുന്നേയുള്ള പോയട്രിയിൽ തുടങ്ങാതെ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാതെ ഷേക്സ്പിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ ഡ്രാമയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക, അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ പോയട്രി ഉണ്ട്, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ പോയട്രിയിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ നമ്മൾ സോണറ്റ്സിനെ പറ്റിയാണ് പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു കളക്ഷൻ അദ്ദേഹത്തിനുണ്ട്. അതിലെ 121ാമത്തെ സോണറ്റാണ് ഇതിൽ നിങ്ങൾ പഠിക്കുന്നത്. ദെൻ ജോൺ ഡൺ, എ വാലഡിക്ഷൻ ഫോർ പിറ്റിംഗ് മോർണിംഗ്, മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, തോമസ് ഗ്രേ, എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, വേർഡ്സ്വർത്ത്സ് ടിൻറ്റൺ ആബി, ഷെല്ലീസ് ടു സ്കൈലാർക്ക്, കീറ്റ്സ് ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ആൻഡ്, കീറ്റ്സിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഓടാണ് കൊടുത്തിട്ടുള്ളത്, ടെനിസൺസ് യുലീസസ്, ബ്രൗണിങ്സ് മൈ ലാസ്റ്റ് ടച്ചസ്, ആർണോൾഡ്സ് ഡോവ് ബീച്ച്, W.B. Yeats, A Prayer for My Daughter, സിൽവിയ പ്ലാത്സ് ഡാഡി. അപ്പോൾ ഇത്രയും നമുക്ക് കാണാം ഇവിടെ. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ പോയട്രിയിലേക്ക് വരികയാണ്. ടഗോസ് Where the Mind is Without Fear, നിസിം എസക്കീൽസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. നിങ്ങളിൽ പലരും വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ള പോയമായിരിക്കും. കമലാദാസ് ഇൻ An Introduction, A.K. രാമാനുജൻസ് ഒബിച്വറി. ഇതിനുശേഷം അമേരിക്കൻ പോയട്രിയിലേക്ക് പോവുകയാണ്. റോബർട്ട് ഫ്രോസ്റ്റ് ഹോം ബറിയൽ, എമിലി ഡിക്കിൻസൺസ് ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത്, ദെൻ വോൾസോയിങ്ക, എ ടെലിഫോൺ കോൺവെർസേഷൻ, ആഫ്രിക്കൻ പോയട്രി, മീന അലക്സാണ്ടർ, ഹൗസ് ഓഫ് എ തൗസൻഡ് ഡോർസ് ഇസ് ദെയർ. കനേഡിയൻ പോയട്രി, മാർഗരറ്റ് ആറ്റ്വുഡ്സ് ദിസ് ഇസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ, ഡേവിഡ് ഡേ ഓഫ് ആഫ്രിക്ക, ജാക്ക് ഡേവിസ്. ഓസ്ട്രേലിയൻ പോയറ്റാണ്, അബോറിജിനൽ ഓസ്ട്രേലിയ. അപ്പോൾ പോയട്രി എന്ന് പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് പോയട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കറിയാം ഷേക്സ്പിയറിൽ തുടങ്ങിയതിന് ശേഷം സോണറ്റ് 1-1 എന്ന് പറയുന്ന ഷേക്സ്പിയറിൻ്റെ സോണറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മെറ്റഫിസിക്കൽ പോയട്രി ഡണ്ണിലൂടെയും പിന്നെ മിൽട്ടൺ വരുന്നുണ്ട്, ഏർലി റൊമാൻറ്റിക്സ് തോമസ് ഗ്രേ, ദെൻ റൊമാൻറ്റിക് പോയട്രി വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ്, ആർണോൾഡ്, പിന്നീട് W.B. Yeats, സിൽവിയ പ്ലാത്ത്, കൺഫെഷണൽ പോയട്രി വന്നിട്ടുണ്ട്. ഇന്ത്യൻ പോയട്രിയിൽ ടാഗോർ, എസക്കീൽ, കമലാദാസ്, രാമാനുജൻ എന്നിങ്ങനെ 4 പോയറ്റിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ മീന അലക്സാണ്ടർ കൂടിയുണ്ട്.
പിന്നീട് അമേരിക്കൻ പോയട്രി, കനേഡിയൻ പോയട്രി, ഓസ്ട്രേലിയൻ പോയട്രി, ആഫ്രിക്കൻ പോയട്രി എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിലെ വിവിധ സംസ്കാരങ്ങളുടെ പ്രതീകങ്ങളായിട്ട് മറ്റ് അമേരിക്കൻ ലിറ്ററേച്ചറിലെയും കനേഡിയൻ ലിറ്ററേച്ചറിലെയും ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലെയും ഒക്കെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിലൊക്കെ കവിതകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ മൊഡ്യൂൾ 2 വന്നാൽ ഡ്രാമയാണ്. അഗെയിൻ ഷേക്സ്പിയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷേക്സ്പിയറിൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റ് ട്രാജഡീസ് ആയിട്ടുള്ള മാക്ബത്ത്, ദെൻ ആർ ബി ഷെറിഡാൻ, സ്കൂൾ ഫോർ സ്കാൻഡൽ, കോമഡി ഓഫ് മാനേഴ്സിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്, റെസ്റ്റോറേഷൻ കോമഡി ഓഫ് മാനേഴ്സ്, ദെൻ ഏർലി മോഡേൺ ഏജിലെ വൈൽഡിൻ്റെ കോമഡി ഓഫ് മാനേഴ്സ്, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്, ദെൻ ഇബ്സൻ്റെ എ ഡോൾസ് ഹൗസ്, ഷായുടെ റിയലിസ്റ്റ് ഡ്രാമാസ്, സോഷ്യൽ റെലവൻസ് ഉള്ള ഡ്രാമകൾ എഴുതിയിരുന്ന ആളാണ്. ഷോയുടെ പിഗ്മാലിയൻ, വെരി ഫേമസ് ഡ്രാമ. ദെൻ ജെയിംസ് സിൻസ് റൈഡേഴ്സ് ടു ദി സീ, ഐറിഷ് റൈറ്ററാണ്. ദെൻ അഗെയിൻ ബെക്കറ്റ്, തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്, ദ റെപ്രസെൻറ്റേറ്റീവ് വർക്ക്, വെയിറ്റിംഗ് ഫോർ ഗോദോ. ദെൻ ആർത്തർ മില്ലർ, അമേരിക്കൻ ഡ്രാമയിലേക്ക് വരുന്നു, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്ലാസ് മെനാജറി. ദെൻ ഇന്ത്യൻ ഡ്രാമയിൽ ഒരേ ഒരു ഡ്രാമ ഉള്ളൂ, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, വളരെ ഫേമസ് ആയിട്ടുള്ള ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡലം. വളരെ കുറച്ച് ഡ്രാമകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എല്ലാ ഡ്രാമകളും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 3 വന്നു കഴിഞ്ഞാൽ പ്രോസ് ആൻഡ് ഫിക്ഷൻ, പ്രോസും ഫിക്ഷനും കൂടെ ഒന്നിച്ചൊരു മൊഡ്യൂൾ ആക്കിയിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഫ്രാൻസിസ് ബേക്കൺ, ഇംഗ്ലീഷ് പ്രോസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ബേക്കൺ ഉള്ളത്. ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എസ്സേ. ദെൻ റിച്ചാർഡ് സ്റ്റീൽ, ദ ട്രംപറ്റ് ക്ലബ്. A.G. ഗാർഡിനർ, ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്. E.M. ഫോസ്റ്റർ, ഒരു നോവലിസ്റ്റ് കൂടിയാണ്, മോഡേൺ ഏജിലേക്ക് വന്നു, ഓൺ ടോളറൻസ്. ദെൻ ബർട്രാൻഡ് റസ്സൽസ് ഫങ്ഷൻസ് ഓഫ് എ ടീച്ചർ. ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യൻ, ഹിസ് വർക്ക് ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ്. ദെൻ എമിലി ബ്രോണ്ടെ, wuthering ഹൈറ്റ്സ്. അത് നമ്മൾ ഇപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ വർക്കിന് ശേഷം ഫിക്ഷനിലേക്ക് വരികയാണ്. ഫിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫിക്ഷൻ്റെ ബിഗിനിങ്ങിനെ പറ്റി പറയുന്ന പമേലയിലോ സാമുവൽ റിച്ചാർഡ്സണോ ഹെൻറി ഫീൽഡിങ്ങോ ഒന്നുമല്ല, മറിച്ച് അതിനൊക്കെ ശേഷം വന്നിട്ടുള്ള ബ്രോണ്ടയുടെ വർക്കിലൂടെയാണ്. ദെൻ ജോർജ് ഓർവെൽ, അനിമൽ ഫാം, വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. ദെൻ ഹെമിംഗ് വേ, ദറ്റ് ഈസ് അമേരിക്കൻ ഫിക്ഷനാണ്, ഓൾഡ് മാൻ ആൻഡ് ദ സീ. ശശി ദേശ്പാണ്ഡെ, ഇന്ത്യൻ റൈറ്റേഴ്സിലേക്ക് വന്നു, റൂട്ട്സ് ആൻഡ് ഷാഡോസ്. ആൻഡ് അരുന്ധതി റോയ്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ദെൻ ടോണി മോറിസൺ, ദ ബ്ലൂവസ്റ്റ് ഐ, ആഫ്രിക്കൻ ലിറ്ററേച്ചറാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വർക്ക്സാണ്. വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് വർക്ക്സ് മാത്രമേ പ്രോസിലും ഫിക്ഷനിലും സെലക്ട് ചെയ്തിട്ടുള്ളൂ. ദെൻ മൊഡ്യൂൾ 4, ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ടേംസ്. ലിറ്റററി ക്രിറ്റിസിസം നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ തിയറീസിലൂടെയാണ്, അതായത് രസ തിയറി, ധ്വനി തിയറി, അത് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ നമ്മൾ അരിസ്റ്റോട്ടിലേക്ക് പോകുന്നു. അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. ദെൻ വേർഡ്സ്വർത്ത് പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ്, അതായത് അരിസ്റ്റോട്ടലിന് ശേഷം നേരെ റൊമാൻറ്റിക് ഏജിലേക്ക് വന്നു. റൊമാൻറ്റിക് ഏജിൽ വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസും ഉണ്ട്, കോളേജിൻ്റെ ബയോഗ്രഫിയ ലിറ്ററേറിയും ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ബയോഗ്രഫിയ ലിറ്ററേറിയുടെ ഒരു സ്പെസിഫിക് ചാപ്റ്ററാണ്, ഇറ്റ്സ് എ ലോങ് ബുക്ക്. ചാപ്റ്റർ 14 is the one you have to study. Then Matthew Arnold, the study of poetry. T.S. Eliot's tradition and the individual talent, that is വിക്ടോറിയനും മോഡേൺ ഏജിലേക്ക് വന്നു. സുഷൂറിൻ്റെ, അതായത് ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്ക് കൂടിയുണ്ട്, നേച്ചർ ഓഫ് ദ ലിംഗ്വിസ്റ്റിക് സൈൻ, അത് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. ദെൻ എലൈൻ ഷോവാൾട്ടേഴ്സ്, ഫെമിനിസത്തിൻ്റെ വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ, അതായത് അത്രയും അടിസ്ഥാനപരമായിട്ടുള്ള ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പുസ്തകമായിട്ടുള്ള ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന വർക്ക് കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും വർക്ക്സാണ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ വരുന്നത്. പിന്നീട് ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സ് എന്നൊരു സെക്ഷൻ കൂടി നിങ്ങൾ അവിടെയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് നിങ്ങൾക്ക് മിസ്സാവരുത്. 1 by 1 ആയിട്ട് കോമ ഇട്ടിട്ടാണ് ആ സെക്ഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇൻ ദ ബ്രാക്കറ്റ്സ് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, വായിക്കുക. ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് എഡിഷൻ ഓഫ് M.H. എബ്രാംസ് എ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുക.
ഈ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരിവിടെ ഇത് കൊടുത്തിട്ടുള്ളത്, ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പുസ്തകം വായിക്കുന്നതും അതിൽ പ്രത്യേകിച്ച് ഈ സിലബസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതും നിങ്ങൾക്ക് ഒരുപാടേറെ സഹായകമായിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സ് ആണുള്ളത്? ദർ ഈസ് ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, ഹ്യൂമനിസം, റിയലിസം, മാജിക്കൽ റിയലിസം, നാച്ചുറലിസം, സിംബോളിസം, റഷ്യൻ ഫോമലിസം, മാർക്സിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, സൈക്കോഅനലിറ്റിക്കൽ ക്രിറ്റിസിസം, ഫെമിനിസം, പോസ്റ്റ് കൊളോണിയലിസം, മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. അപ്പോൾ ക്ലാസിസിസത്തിൽ തുടങ്ങി, അതായത് വളരെ മുമ്പ് ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ വളരെ മുന്നോട്ട് തന്നെ തുടങ്ങിയിട്ട് ക്ലാസിസത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോസ്റ്റ് മോഡേണിസത്തിലാണ് എൻഡ് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാടൊന്നുമില്ല, അല്ലെങ്കിൽ ഇതിൽ ഇനിയും ഉൾക്കൊള്ളിക്കാമായിരുന്ന തിയറീസും ടേംസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കറിയാം. പക്ഷേ അതിൽ വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് വളരെ പോപ്പുലറായിട്ടുള്ള തിയറീസും മൂവ്മെൻറ്റ്സും ഒക്കെ മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് പാർട്ട് 1 വീഡിയോ ആണ്. 4 മൊഡ്യൂളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്തത്. അപ്പോൾ ഈ 4 മൊഡ്യൂളും നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസിനെ പറ്റി പരാമർശിക്കുക, അത് ഏത് മാനദണ്ഡത്തിൽ പ്രകാരമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് ഡിസ്കസ് ചെയ്യുക എന്നതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ 4 മൊഡ്യൂൾ കവർ ചെയ്തു. ഇനി ലിംഗ്വിസ്റ്റിക്സ് തൊട്ട് 5 മൊഡ്യൂൾ തൊട്ട് ഒരു 4 മൊഡ്യൂൾ കൂടി ബാക്കിയുണ്ട്. 8 മൊഡ്യൂളാണുള്ളത്. അപ്പോൾ അടുത്ത 4 മൊഡ്യൂളുകൾ നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 4 മൊഡ്യൂളുകളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ അത് കുറിക്കുക, നമുക്കത് ഡിസ്കസ് ചെയ്യാം.